അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഫാബി. ഇന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു മാംഗോ മലായി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ടൊരു മാങ്ങ കട്ട് ചെയ്ത് പേസ്റ്റാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി മാങ്ങയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന് തീ കുറച്ച് വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കാം. മാങ്ങയുടെ പേസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് തണുക്കാൻ വയ്ക്കാം. ഇനി കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായി 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇനി ഇത് അരച്ചെടുക്കാം. ഇനി ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് തൈരിടാം. തൈരിന് പകരം ഒരു മുട്ട ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ, 1 ഗ്ലാസ് പാല്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്ത് പതിയെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തണുക്കാനായി മാറ്റി വെച്ച മാങ്ങയുടെ പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്ക് ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇനി പ്രീ ഹീറ്റഡ് ഓവനിൽ 30 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള മലായി റെഡിയാക്കാം. ഇതിനായിട്ട് 2 കപ്പ് പാല്, 1/4 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി പാല് വറ്റി പകുതിയാവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, പാലിവിടെ നല്ലോണം വറ്റി കുറുക്കി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കുറച്ചധികം ഹോൾസ് ഇട്ട് കൊടുക്കാം. മലായി ഒഴിക്കുന്ന സമയത്ത് അതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മലായി ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കേണ്ടതില്ല, കുറച്ച് നമ്മൾ സർവ് ചെയ്യുമ്പോൾ ഒഴിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിസ്തയാണ് ഇടുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം. നമ്മുടെ മലായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിന് മുകളിലേക്ക് ഇതേപോലെ മലായി ഒഴിച്ചും സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.